Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് റെക്കോർഡുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഏതൊക്കെ റെക്കോർഡാണ് നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ ഡാറ്റാസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റെക്കോർഡ്സ് ഏതൊക്കെയാണ് അത് എക്സ്പ്ലനേഷൻ നോക്കാമായിരുന്നു. ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് മുതൽ ഇവിടെ വരെ നോക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിസിഷ്യൻ ഓർഡർ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നാലും ആദ്യം മുതൽ ഒന്ന് പറയാം, ഒന്ന് റിവൈസ് ചെയ്യാലോ എല്ലാവർക്കും. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്, എന്ത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡയഗ്നോസ് ആണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നമ്മൾ അറ്റൻഡിങ് ഫിസിഷ്യൻ കറക്റ്റ് ആയിട്ട് നമ്മളുടെ എന്താ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡിൽ എഴുതി വെക്കും. അല്ലെങ്കിൽ കറക്റ്റ് ഫുൾ റിട്ടേൺ ആയിട്ട് വിതൗട്ട് സിഗ്നൽസ് ആൻഡ് അബ്രിവേഷൻസ് ഒന്നും കൂടാതെ കറക്റ്റ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന ആ റെക്കോർഡിനെയാണ് അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. പേഷ്യൻസിന്റെ മുമ്പത്തെ എന്താ പറയുക ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷൻ മുമ്പ് എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ടെസ്റ്റുകളും അതേപോലെ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, അതേപോലെ ഇൽനസ് ഇതൊക്കെയാണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും പിന്നെ അസുഖം ഉണ്ടായിട്ടുണ്ടോ, പിന്നെ കുറച്ച് കോമൺ ആയിട്ട് സാധാരണ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, റിവ്യൂ ഓഫ് സിസ്റ്റം ഒക്കെ. അപ്പൊ അതനുസരിച്ച് അപ്പൊ അങ്ങനത്തെ മെഡിക്കൽ ഹിസ്റ്ററീസ് കളക്ട് ചെയ്യുന്ന ആ ഒരു റെക്കോർഡാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ ബോഡി എക്സാമിൻ ചെയ്യാറുണ്ട്. കാര്യങ്ങൾ സിംറ്റംസ് എന്തെങ്കിലും ഫിസിക്കൽ ഫൈൻഡിങ്സ്, പിന്നെ നമ്മൾ ലാബ് ടെസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താറുണ്ട്. അതെന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്ത് ചെയ്യാണ് ഫിസിഷ്യൻ എഴുതാറ്. ഫിസിഷ്യൻ ഓർഡർ ആണ് സാധാരണയായിട്ട് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതിയോ അല്ലെങ്കിൽ ഓറൽ വാമൊഴിയാലോ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിസിഷ്യൻസ് നമുക്ക് നേഴ്സിനോ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവിടെ മറ്റു സർവീസുകൾ സഹായിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഓർഡറുകൾ നമ്മൾ സാധാരണയായിട്ട് ഫിസിഷ്യൻ ഓർഡർ ആയിട്ടാണ് കണക്കാക്കുക. അത് ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് നമ്മുടെ പേഷ്യന്റ് റെക്കോർഡിൽ എഴുതും, ചിലപ്പോൾ അത് ഓറൽ ആയിട്ടായിരിക്കും, വാമൊഴിയാലെ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെയാണോ അത് വാമൊഴിയാലാവട്ടെ റിട്ടേൺ ആവട്ടെ ആ രണ്ട് ഓർഡേഴ്സ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ ആയിട്ടാണ് കണക്കാക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ 4 റെക്കോർഡുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് പ്രോഗ്രസ് നോട്ടാണ്. നമ്മള് പ്രോഗ്രസ് നോട്ടില് സാധാരണയായിട്ട് എഴുതാറ് പേഷ്യന്റിന്റെ ഇൽനെസ് അല്ലെങ്കിൽ പേഷ്യന്റിന് എന്താണ് ഈ അസുഖം വരാനുണ്ടായ കാരണം, ആ നമ്മുടെ പേഷ്യന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ റെക്കോർഡാണ്. ചാപ്റ്റർ 6 ആണ്. പേജ് നമ്പർ ഒക്കെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ പ്രോഗ്രസ് നോട്ടാണ് ഫസ്റ്റ് തന്നെ പറയണത്. സാധാരണയായിട്ട് പേഷ്യന്റിന് ഈ അസുഖം വരാനുണ്ടായ കാരണം എന്താണ്, പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യന്റ് സ്റ്റാറ്റസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ടിൽ എഴുതാറ്. ഇനി ഇത് എഴുതാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ്. ആ പേഷ്യന്റിനെ പരിശോധിച്ച് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത ഫിസിഷ്യൻ ആണ് നമ്മൾ ഇതിനുള്ള പ്രോഗ്രസ് നോട്ട് എഴുതാറുള്ളത്. ഈ പ്രോഗ്രസ് നോട്ടിൽ 3 പാർട്ടുകളുണ്ട്. അഡ്മിഷൻ നോട്ട്, ഇതൊക്കെയാണ് പ്രോഗ്രസ് നോട്ടിലുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞത്. 3 നോട്ടുകളുണ്ട്. അഡ്മിഷൻ നോട്ട്, പിന്നെ വരുന്നതാണ് ഫോളോ അപ്പ് നോട്ട്, നെക്സ്റ്റ് ആണ് ഫൈനൽ നോട്ട്. എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് എ ഫൈനൽ നോട്ട്. അഡ്മിഷൻ നോട്ടിൽ നമ്മൾ എഴുതാം അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇൻഫർമേഷൻസ്, ഫിസിക്കൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഈ അഡ്മിഷൻ നോട്ടിൽ മാർക്ക് ചെയ്യാറുണ്ട്. ദെൻ ഫോളോ അപ്പ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പേഷ്യന്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നമ്മുടെ ട്രീറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അത് ആ ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ വരുന്നത്, ഫോളോ അപ്പ് നോട്ടിൽ വരുന്നത്. ഫൈനൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്, ഫൈനൽ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളതാണ് ഫൈനൽ നോട്ടിൽ
പറയുന്നത്. The admission note consists of general condition of the patient at the time of admission. Full stop ആണ്. അഡ്മിഷൻ നോട്ടിൽ പറയാറ് നമ്മളുടെ പേഷ്യന്റ് അഡ്മിഷൻ സമയത്ത് എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് അഡ്മിഷൻ നോട്ടിൽ എഴുതിയിരിക്കണം. അതുകൂടാതെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്ക് ഹിയർ. പേഷ്യന്റിന്റെ ഹിസ്റ്ററി അതേപോലെ ഫിസിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എഴുതാറുണ്ട്. In progress note include all treatment provided and the patient response to each. അതാണ് ഫോളോ അപ്പിൽ എഴുതാറ്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്, പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് ഫോളോ അപ്പ് നോട്ടിൽ പറയുന്നത്. ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് ആണ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റിനോട് എങ്ങനെ പ്രതികരിച്ചു, ട്രീറ്റ്മെന്റ് സക്സസ് ആണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് എന്തിൽ എഴുതിയിട്ടുണ്ടാവും, ഫൈനൽ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പ്രോഗ്രസ് നോട്ടാണ് പറഞ്ഞത്. സാധാരണ പ്രോഗ്രസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ അസുഖത്തിനുള്ള കാരണം, പിന്നെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസ്, സ്റ്റാറ്റസ് ഓഫ് ഡിസ്ചാർജ്, നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം, ആ അസുഖത്തിന്റെ അവസ്ഥ. ഇനി പ്രോഗ്രസ് നോട്ട് എഴുതി തയ്യാറാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഈ പ്രോഗ്രസ് നോട്ട് മൂന്ന് ആയിട്ട് നമുക്ക് തിരിക്കാം, 3 പാർട്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. അപ്പൊ ഈ അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ, അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ എന്തായിരുന്നു കണ്ടീഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഫോളോ അപ്പ് നോട്ടാണ്. ഫോളോ അപ്പ് നോട്ടിൽ നമ്മളുടെ പേഷ്യന്റിന് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത്, പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, ഈ ഓരോ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തപ്പോ അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തപ്പോ എന്താണ് പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്നാണ് നമ്മൾ ഇതില് ഫോളോ അപ്പ് നോട്ടിൽ മാർക്ക് ചെയ്യാറ്. ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ ഫൈനൽ നോട്ടിൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് സമയത്തുള്ള പേഷ്യന്റ് സ്റ്റാറ്റസ് ആണ് ഫൈനൽ നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാറ്, മാർക്ക് ചെയ്യാറ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് പ്രോഗ്രസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് പാത്തോളജി റിപ്പോർട്ടാണ്. നമ്മള് എന്താ പറയാ, നമുക്ക് എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ രോഗലക്ഷണങ്ങളോ രോഗ സ്വഭാവം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് പാത്തോളജിക്കൽ അനലൈസ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സിംറ്റംസ് ഒരുപാട് അസുഖങ്ങൾക്ക് കാണിക്കാറുണ്ട്. കോമൺ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് സെയിം സിംറ്റംസ് കാണിക്കാറുണ്ട്. നമുക്ക് കറക്റ്റ് അത് എന്ത് അസുഖമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതായിട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് കാര്യം എന്ന് പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു പേഷ്യന്റ് സാധാരണ ഒരു കഴുത്തിലോ എവിടെയോ കഴുത്തിലൊരു മുഴയായി ചെല്ലാണ്. സാധാരണ ഫസ്റ്റ് തന്നെ സർജൻ ചെയ്യാം, ആ മുഴ റിമൂവ് ചെയ്യും. അത് കുഴപ്പമില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ എന്തെങ്കിലും മുഴയായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് നമ്മളത് റിമൂവ് ചെയ്യും. ആ ടിഷ്യൂ നമ്മൾ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടാവും, സർജറി ചെയ്തിട്ട് നമ്മളത് റിമൂവ് ചെയ്തിട്ട് ആ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുന്ന പാർട്സ് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആണ്, ദോഷകാരിയാണ് അല്ലെങ്കിൽ ദോഷകാരി അല്ലേ, ഹാർംഫുൾ അല്ലേ എന്നുള്ളത് ബയോപ്സി ചെയ്യും. കാരണം ക്യാൻസർ വരാൻ കാരണമാകുന്ന ടിഷ്യൂസ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫോളോ അപ്പ് ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും, ഫോളോ അപ്പ് കെയർ ഒക്കെ കൊടുക്കേണ്ടി വരും. അത് എങ്ങനത്തെ ടിഷ്യൂ ആണെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പാത്തോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ബയോപ്സി ഒക്കെ ചെയ്യുകയും ആ ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എന്താണ് microscopic and macroscopic description of tissue expelled, removed from the patient during the time of surgery or specialized procedure, biopsy to supply the tissue for pathological analysis. നമ്മുടെ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂസോ അല്ലെങ്കിൽ
സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു പ്രൊസീജിയറിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. ബയോപ്സി ചെയ്തിട്ട് അതിൽ എന്താണ് പ്രശ്നം, ആ സെല്ലുകൾ അല്ലെങ്കിൽ ആ ടിഷ്യൂസ് നമ്മുടെ ബോഡിക്ക് ദോഷകാരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്ന് നോക്കണം. കാരണം ക്യാൻസർ കോസിംഗ് ആണെങ്കിൽ നമ്മൾ അടുത്ത ബാക്കിയുള്ള സ്റ്റേജസ് അല്ലെ ബാക്കിയുള്ള സ്റ്റെപ്സുകൾ എടുക്കണം, കീമോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടിഷ്യൂസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോപ്സി ചെയ്യും. ഈ ബയോപ്സി ഒക്കെ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് പാത്തോളജിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ പാത്തോളജിക്കൽ അനലൈസ് എന്നാണ് പറയുന്നത്. ഏകദേശം നോക്കാം. റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോളജി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്റേ, അതേപോലെ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി എന്ന് വെച്ചാൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂമേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. പിന്നെ സെറോഗ്രഫി, അൾട്രാസോണോഗ്രഫി, പിന്നെ CT സ്കാന്, MRI സ്കാന്, അൾട്രാസൗണ്ട് സ്കാന്, ഇതിന്റെയൊക്കെ റിസൾട്ടിനെയാണ് നമ്മൾ റേഡിയോളജി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? എക്സ്റേ, CT സ്കാൻ, MRI സ്കാന്, അൾട്രാസൗണ്ട് സ്കാന്, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സെറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി ഒക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് അതിന് റിസൾട്ടുകൾ ഉണ്ടല്ലോ, ആ റിസൾട്ടിന് നമ്മൾ മൊത്തമായിട്ട് പറയുന്ന പേരാണ് റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. കിട്ടുന്ന റിസൾട്ടിന് റേഡിയോളജി റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ അവസ്ഥ എന്താണെന്ന് ഫിസിഷ്യൻ എക്സാമിൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇന്നതാണ്, പേഷ്യന്റിന് ഇന്നതാണ് അസുഖം എന്ന് ഐഡന്റിഫൈ ചെയ്യില്ല. ആ ഫിസിഷ്യന്റെ അഭിപ്രായത്തിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം എഴുതാറ്. ഫിസിഷ്യൻ തന്നെയാണ് അത് എഴുതുന്നത്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ആൻ ഒപ്പീനിയൻ ഓഫ് ദ പേഷ്യന്റ് കോൺട്രിബ്യൂഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. നമ്മള് പേഷ്യന്റ് കണ്ടീഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ആ പരിശോധിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിസിഷ്യൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. ദെൻ അതർ ദാൻ എന്നുള്ള വേർഡ് വെട്ടിക്കളയാ, അത് ആവശ്യമില്ല. വെട്ടിക്കളയാതെ എല്ലാവരും ബുക്ക് ചെയ്യുന്നത് കട്ട് ചെയ്ത് കളയാം. ഈ ഒപ്പീനിയൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നല്ല രീതിയിൽ പരിശോധിച്ചതിന്റെ ഭാഗവും, അതിപ്പോ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമെന്ന് അറിയില്ലേ, ഫിസിക്കൽ എക്സാമിൻ കാണുന്നില്ലേ, അതർ ദാൻ എന്നുള്ള വേർഡ് ഇല്ലേ, ഈ അതർ ദാൻ വേണ്ട, അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു, അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. തിരുത്തി എല്ലാവരും. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ചതിന്റെ ഭാഗവും, അതേപോലെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തിയിട്ടുണ്ടല്ലോ, പേഷ്യൻസിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അതിന്റെ റിസൾട്ടും, അതേപോലെ ഫിസിഷ്യന്റെ അഭിപ്രായവും, അദ്ദേഹത്തിന് എന്താണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ റെക്കോർഡും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് പേഷ്യന്റ് ഇന്ന അസുഖമായിരിക്കാം, ഇന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയനാണ് നമ്മൾ എന്തിൽ എഴുതാറ്, കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളിൽ എഴുതാറ്. നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ആൻ ഒപ്പീനിയൻ ഓഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ, ഫുൾ സ്റ്റോപ്പ്. ദിസ് ഒപ്പീനിയൻ is depends upon the review of the patient medical record. എന്തിന്റെയൊക്കെ ബേസിലാണ്? patient medical record and examination of the attending physician. The patient attend ചെയ്ത് ഫിസിഷ്യന്റെ എക്സാമിനേഷൻ വഴി കൺഫറൻസിംഗ് വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ, അദ്ദേഹത്തിന്റെ അറ്റൻഡിങ് ഫിസിഷ്യൻ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിലായിരിക്കും എന്താണ് പേഷ്യന്റ് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത്രയും നാളുടെ ട്രീറ്റ്മെന്റ് കൊടുത്ത ഫിസിഷ്യനോടുള്ള അഭിപ്രായം കൂടി ചോദിച്ചിട്ടാണ് നമ്മുടെ എന്ത് കൺസൾട്ടേഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ അത് തയ്യാറാക്കാം. നോക്കാം. നമ്മള് ഇന്ന് എടുത്തത് പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ പ്രോഗ്രസ്, ട്രീറ്റ്മെന്റ് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് വിവരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത്. പ്രോഗ്രസ് നോട്ടിൽ 3 ഭാഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 3 പാർട്ടായിട്ടാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്.
അഡ്മിഷൻ നോട്ടാണ് അഡ്മിഷന്റെ ടൈമിൽ പേഷ്യന്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറയുന്നത്. ഫോളോ അപ്പ് നോട്ടിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തത്, ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് അല്ലെങ്കിൽ റെസ്പോൺസ്, പേഷ്യന്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് ഫോളോ അപ്പ് നോട്ടിൽ ഉണ്ടാവും. ഫൈനൽ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് പേഷ്യന്റ് സ്റ്റാറ്റസ് എന്നായിരിക്കും ഫൈനൽ നോട്ടിൽ പറയുന്നത്. ദെൻ പാത്തോളജിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മളുടെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് സർജറി ചെയ്തോ മറ്റേതെങ്കിലും പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ബയോപ്സി ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പാത്തോളജിക്കൽ അനലൈസ് ഒക്കെ ചെയ്ത് അത് നമ്മുടെ ബോഡിക്ക് ദോഷകാരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ടിഷ്യൂസ് ആണോ എന്ന് കണ്ടെത്തും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പാത്തോളജിക്കൽ അനലൈസ് എന്ന് പറയുന്നത്. ഈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് റേഡിയോളജി റിപ്പോർട്ടാണ്. നമ്മൾ ഒരുപാട് റേഡിയോളജിക്കൽ ആക്ടിവിറ്റി, എക്സ്റേ, CT സ്കാന്, MRI സ്കാന്, അൾട്രാസൗണ്ട് സ്കാന്, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, ടെർമോഗ്രഫി എന്നൊക്കെ പറയുന്നത് പറഞ്ഞു ട്യൂമേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ സെറോഗ്രഫി, അൾട്രാസോണോഗ്രഫി ഒക്കെ ചെയ്യുന്നത്. ചെയ്ത് കിട്ടുന്ന റിസൾട്ടുകൾ ഉണ്ടല്ലോ, ആ റിസൾട്ടുകളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പറയുന്നത്, റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് റിസൾട്ടുകൾ. ഇനി പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റൽ ഫിസിഷ്യൻ എക്സാമിൻ ചെയ്ത് പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണെന്ന് ഫിസിഷ്യന്റെ അഭിപ്രായം എഴുതുന്നതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അതാണ് പേഷ്യന്റ് എക്സാമിൻ ചെയ്ത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ് എല്ലാം നല്ല രീതിയിൽ വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ഫിസിഷ്യന് എന്താണ് ഈ പേഷ്യന്റെ കണ്ടീഷനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കി എഴുതുന്ന റിപ്പോർട്ടാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. നമ്മൾ 3 റെക്കോർഡറാണ് നോക്കിയത്, അതിൽ ഡാറ്റാസ് ആണ് നോക്കിയത്. പ്രോഗ്രസ് നോട്ട്, പാത്തോളജിക്കൽ റിപ്പോർട്ട്, റേഡിയോളജി, കൺസൾട്ടേഷൻ. ഒന്ന് വായിച്ചു നോക്കി. 3 അല്ല 4 ഉണ്ടോ കേട്ടോ, 4 ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് വായിച്ചു നോക്കട്ടെ എല്ലാവരും. ഓക്കെ, പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതാന്ന് വെച്ചാൽ പേഷ്യന്റിന് ഈ അസുഖം വരാനുണ്ടായ കാരണം, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ്, അതേപോലെ തന്നെ നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് സ്റ്റാറ്റസ് എന്താണെന്നായിരിക്കും സാധാരണയായിട്ട് പ്രോഗ്രസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. പ്രോഗ്രസ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഫിസിഷ്യന്റെയാണ്. പ്രോഗ്രസ് നോട്ട് 3 എണ്ണമാണ് മെയിൻ. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നത്. അഡ്മിഷൻ നോട്ട്, അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയാണ്, പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ, അതേപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് അഡ്മിഷൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഫോളോ അപ്പ് നോട്ടിലാണ് പേഷ്യന്റ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതേപോലെ പേഷ്യന്റ് ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് ഫോളോ അപ്പ് നോട്ടിലുണ്ടാവും. നെക്സ്റ്റ് ഫൈനൽ നോട്ടാണ്. ഫൈനൽ നോട്ടിലാണ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഫോളോ ഫൈനൽ നോട്ടിലുണ്ടാവും. പ്രോഗ്രസ് നോട്ട് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിച്ചോ. എല്ലാവരും വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിക്കഴിഞ്ഞൊന്ന് മെസ്സേജ് അയക്കണേ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മള് പേഷ്യന്റ് എന്തെങ്കിലും ഓപ്പറേഷന്റെ ഏതെങ്കിലും സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അനസ്തീഷ്യ എടുക്കാറുണ്ട് ഇല്ലേ? നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ച സമയത്ത്
നമ്മൾ എന്താണ് അനസ്തീഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസ്തീഷ്യ ഇത്ര കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് അനസ്തീഷ്യ, അതേപോലെ നമ്മളുടെ മിക്കവരും അനസ്തീഷ്യ എടുത്തിട്ടുള്ളവരൊക്കെയാണ്. അപ്പൊ ആ റിപ്പോർട്ട് അനസ്തീഷ്യനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അനസ്തീഷ്യ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു പറയുന്നത് പറയുന്നത് ഇൻക്ലൂഡിങ് മെഡിറ്റേഷൻ ബിഫോർ ഓപ്പറേഷൻ. എന്തൊക്കെ മെഡിറ്റേഷൻ ആണ് എടുത്തത് ഓപ്പറേഷന് മുമ്പായിട്ട്? സർജറിയോ അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്പറേഷനൊക്കെ മുമ്പായിട്ടായിരിക്കും സാധാരണ അനസ്തീഷ്യ കൊടുക്കാറ്. ആ സമയത്ത് എടുത്ത മെഡിറ്റേഷൻസ് എന്തൊക്കെയാണ്? എത്ര കോൺസെൻട്രേഷൻ ആണ് അനസ്തീഷ്യ നമ്മൾ എന്ത് ചെയ്തത് കൊടുത്തത്? എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തീഷ്യ ഗിവൺ, എത്ര ഡോസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ടൈം ഗിവൺ, എപ്പോഴാണ് കൊടുത്തത്? കറക്റ്റ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതേപോലെ എഫക്ട്സ്, ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോ ചിലപ്പോ നമ്മള് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ചിലവർ ഷിവറൊക്കെ ചെയ്യാറുണ്ട്, ചിലർക്ക് ഫിക്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എഫക്ട്, അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട് വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇതില് അനസ്തീഷ്യ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇനി ഇനി പറയുന്ന അനസ്തീഷ്യ ആരാണ് കൊടുത്തത്, എത്ര എമൗണ്ട് ആണ് കൊടുത്തത്, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്, ഏത് ടെക്നിക്ക് യൂസ് ചെയ്തത്? ഇപ്പൊ ജനറൽ അനസ്തീഷ്യ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാസ്ക് വഴിയാണോ ഇൻക്യുബേറ്റിനാണോ എന്നുള്ള മെത്തേഡ് നോക്കും. അതേപോലെ റീജിയണൽ അനസ്തീഷ്യ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്, അപ്പൊ ഏത് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തെന്നുള്ളത് അത് പറയണം. അതിൽ നിന്ന് എന്തെങ്കിലും സൈഡ് എഫക്ട് നമുക്ക് ആദ്യം പറഞ്ഞു, ചിലവർക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. ഫിക്സ് അങ്ങനെയല്ല, എന്തെങ്കിലും സൈഡ് എഫക്ട് കാണും, ഷിവറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അനസ്തീഷ്യ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഡ്യൂറേഷൻ ഓഫ് അനസ്തീഷ്യ, അനസ്തീഷ്യയുടെ ടൈം. ഇപ്പം ജനറൽ അനസ്തീഷ്യ ആണെങ്കിൽ ഫുൾ പാരലൈസ്ഡ് ആയിരിക്കും, അത് കുറച്ച് ടൈം കൂടുതലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര ടൈമിലേക്കാണ് അനസ്തീഷ്യ നമ്മൾ കൊടുത്തത് എന്നുള്ളത്. ഇനി അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം നമ്മുടെ പേഷ്യന്റ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, അതൊക്കെ ആ ഒരു എന്താ പറയുക സർജറിയുടെ ഫുൾ എപ്പിസോഡ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് ആ സർജറിയുടെ ഫുൾ ടൈമിൽ നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർജറീസ് കംപ്ലീറ്റ് ആവുന്ന വരെയും ബ്ലഡ് പ്രഷർ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ലൈഫിന് വരെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അനസ്തീഷ്യ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മെഡിസിൻ ആണ് നമ്മൾ ഓപ്പറേഷൻ കൊടുത്തത്, എത്ര എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തീഷ്യ ആണ് നമ്മൾ കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, അപ്പൊ എന്തെങ്കിലും എഫക്ട് ഉണ്ടോ, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും പേഷ്യന്റ് ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? അതേപോലെ അനസ്തീഷ്യ ഏജന്റ് ആരാണ്, എത്ര എമൗണ്ട് ആണ് കൊടുത്തത്, ഏത് ടെക്നിക് വഴിയാണ് നമ്മൾ അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്തത്, അതിന്റെ എഫക്ട് എങ്ങനെയാണ്, എത്ര ടൈമിലേക്കാണ് നമ്മൾ ആ പേഷ്യന്റ് അബോധാവസ്ഥയിൽ കൊണ്ടുവന്നത്. അതേപോലെ ചെറിയ നമ്മുടെ റീജിയണൽ അനസ്തീഷ്യ ആണെങ്കിൽ ഇപ്പൊ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ് ഇല്ലേ, നമുക്ക് എന്താണ് കോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ കോൺഷ്യസ് ആണോ പേഷ്യന്റ് അബോധാവസ്ഥയിലേക്ക് പോകാനായിട്ട് പറഞ്ഞ ജനറൽ അനസ്തീഷ്യയുടെ കേസല്ല, റീജിയണൽ അനസ്തീഷ്യയുടെ കേസാണ് ഈ പറയണത്. റീജിയണൽ അനസ്തീഷ്യ കേസിൽ പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അതെന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അനസ്തീഷ്യ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ദെൻ ഓപ്പറേഷൻ റിപ്പോർട്ടാണ്. ഓപ്പറേഷന് മുമ്പായിട്ട് നമ്മൾ പേഷ്യന്റ് കയ്യിൽ എന്ത് വാങ്ങിക്കാറുണ്ട്, കൺസെന്റ് ഫോർ സർജറി നമ്മൾ എഴുതി വാങ്ങിക്കാറുണ്ട്. അപ്പൊ കൺസെന്റ് അതേപോലെ എന്തെങ്കിലും കൺസെന്റ് കൊടുക്കുന്നതെന്ന് വെച്ചാല് സർജറിക്കുള്ളത് പ്രീ അനസ്തീഷ്യ, അതേപോലെ അനസ്തീഷ്യ, പോസ്റ്റ് അനസ്തീഷ്യ, മിക്കുന്ന സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക്, ഒരു സർജറിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന്. ചിലപ്പോ സർജറിയുടെ ഒക്കെ സൈഡ് എഫക്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പിന്നെ സർജറി ചെയ്യാനായിട്ട് തോന്നാറില്ല. അങ്ങനെ നമ്മള് ഒരു എന്താ പറയുക ഒരു റൂളാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് പേഷ്യന്റിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് സർജറിക്ക് മുമ്പ്. അങ്ങനെ കുറച്ച് കൺസെന്റ് ഫോമുകൾ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം സാധാരണയായിട്ട് ഓപ്പറേറ്റീവ് റിപ്പോർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇനി ഇതില് നമ്മളുടെ ബോഡിനെ കുറിച്ചിട്ടുള്ളത്, ബോഡി ഓർഗൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ it involves full description of the distinction of both normal and abnormal.
നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടുള്ള ഓർഗൻസ് എക്സ്പോർട്ട് എന്തെങ്കിലും ഓർഗൻസ് എന്തെങ്കിലും നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് എന്നാണ് മീനിങ് വന്നത്. തുന്നി നമ്മള് സർജറി ഒക്കെ ചെയ്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്യും. അപ്പൊ എത്ര സ്റ്റിച്ച് ഉണ്ടെന്നുള്ളതാണ് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് എന്തിലെ റിപ്പോർട്ട് ചെയ്യും. നമ്മള് സ്റ്റിച്ചിങ് നമ്മൾ എന്തിൽ എഴുതിയിട്ടുണ്ടാവും, ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേറെ ഡ്രൈൻസ് അതേപോലെ സ്പോഞ്ചസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടും. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് സർജറി ചെയ്ത സർജന്റെ പേരും അസിസ്റ്റൻസിന്റെ പേര്, ഫസ്റ്റ് അസിസ്റ്റൻസ് അങ്ങനെ ഓർഡറിലെ സർജന്റെയും അസിസ്റ്റൻസിന്റെ പേര് വ്യക്തമായിട്ട് നമ്മൾ എന്തിൽ എഴുതാറുണ്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എഴുതാറുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ഇറ്റ് ഇൻക്ലൂഡ് ദ കൺസെന്റ് ഫോർ സർജറി. ഇതില് നമ്മൾ പേഷ്യന്റിന്റെ കൺസെന്റ് ആണ് ഫസ്റ്റ് തന്നെ എഴുതി വാങ്ങിക്കാറ്. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ ആയിട്ടുള്ള കൺസെന്റുകൾ നമ്മൾ വാങ്ങിക്കും. റിപ്പോർട്ടുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അനസ്തേഷ്യയുടെ റിപ്പോർട്ടുകൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡ് ബിഫോർ സർജറി. സർജറിക്ക് മുമ്പ് നമ്മൾ എന്ത് ഡയഗ്നോസിസ് കൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ പേഷ്യന്റിന് എന്ത് ചെയ്യുന്നത്, സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണേന്നോ ഉള്ളത് നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിസേറിയൻ ആണെന്ന് വിചാരിക്കും. പേഷ്യന്റ് ആദ്യമായിട്ട് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അത് സിസേറിയൻ ചെയ്യേണ്ട വന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് എഴുതേണ്ടി വരും. ചിലപ്പോ അത് ടൈമായിട്ടും പെയിൻ വരാത്തതായിരിക്കും, ചിലപ്പോ കുട്ടിയുടെ കഴുത്തിൽ കൂടി ചുറ്റിയതായിരിക്കും. പെട്ടെന്ന് സർജറി ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കേണ്ടി വരും. പിന്നെ കുട്ടി മഷിയിട്ട് നമ്മൾ പറയാറുണ്ട്, കുട്ടി മഷിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പറേറ്റ് ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ടൈം കഴിഞ്ഞിട്ടും ഈ സമയം കഴിഞ്ഞിട്ടും കുട്ടി പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ഹെഡ് ഹൈ പൊസിഷനിലാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സർജറി പ്രിഫർ ചെയ്യാറുണ്ട്. അതല്ല മറ്റ് സർജറികളാണെങ്കിൽ അത് എന്താണ് കാരണം, ഇന്നൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്തേന്നുള്ളത് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് നമ്മൾ അതിൽ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എഴുതണം. എന്തുകൊണ്ടാണ് നമ്മൾ സർജറി പ്രിഫർ ചെയ്തേന്നുള്ളത്. കാരണം ഇതിൽ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ പേഷ്യന്റിന്റെ ഹെൽത്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ സർജറിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിറ്റക്ഷൻ ബോത്ത് അബ്നോർമൽ, നോർമൽ ആൻഡ് അബ്നോർമൽ. ഇതിൽ ഫുൾ ആയിട്ട് വ്യക്തമായിട്ട് നമ്മുടെ ബോഡി ഓർഗൻസ്, ബോഡിനെ കുറിച്ചുള്ള നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ഓർഗൻസ് എക്സ്പോർട്ട്, പ്രൊസീജിയേഴ്സ്, അതേപോലെ പിന്നെ സ്റ്റിച്ചേഴ്സ്, സ്പോഞ്ചസ് യൂസ്ഡ്. ഇനി പിന്നെ പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ നെയിം ഓഫ് ദ സർജൻ, അതേപോലെ അസിസ്റ്റന്റിന്റെ ഒക്കെ പേരുകൾ വ്യക്തമായിട്ട് എഴുതണം. നമ്മൾ ആ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ നമ്മൾ ഏത് സർജൻ ആണ് നമ്മൾ സർജറി കണ്ടക്ട് ചെയ്തത്, ആരായിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഇതിൽ എഴുതണം, ഈ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എഴുതണം. ദെൻ റിക്കവറി റൂം റെക്കോർഡാണ്. നമ്മൾ പേഷ്യന്റ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, ഓപ്പറേഷൻ റൂമിൽ നിന്ന് നമ്മൾ പേഷ്യന്റ് നേഴ്സിംഗ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും നേരം വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് റെക്കോർഡാണ് നമ്മൾ ഈ റിക്കവറി റൂം റെക്കോർഡ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ് ദ കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം the time of the patient leaves the operating room till that he reaches nursing room. എപ്പോൾ മുതലാണ് ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് അദ്ദേഹം ലീവ് ചെയ്ത് നേഴ്സിംഗ് റൂം വരെ എത്തുന്ന വരെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും. ആ റിപ്പോർട്ടുകളാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി നേഴ്സിംഗ് നോട്ടാണ്. സാധാരണയായിട്ട് നേഴ്സിംഗ് നോട്ട്സ് നമ്മളിപ്പോ പേഷ്യന്റിന് ഡോക്ടർ ചിലപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യമൊക്കെ വിസിറ്റ് ചെയ്യണ്ടാവുള്ളൂ. ഡോക്ടറുടെ ഓർഡറും അതേപോലെ പ്രോഗ്രസ് നോട്ടൊക്കെ എന്താ പറയാ ഒറ്റ ദിവസം കുറച്ച് നേരത്തേക്ക് മാത്രമേ വിസിറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നേഴ്സ് അങ്ങനെയല്ല. നേഴ്സിന് നമ്മൾ പേഷ്യന്റിന് അത്യാവശ്യം നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ, അതേപോലെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നൊക്കെ അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്തിലാണ്, നേഴ്സിംഗ് നോട്ട്സിലാണ്. നേഴ്സിംഗ് നോട്ട്സിലാണ് ഇവരിങ്ങനെ ഒബ്സർവ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുന്നത്. അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ് ദ നേഴ്സ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്.
നമ്മുടെ ഈ നേഴ്സിംഗ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ ഒബ്സർവ് ചെയ്തതിന്റെ ഒബ്സർവ് എന്തൊക്കെയാണ് അതിന്റെ കെയർ പേഷ്യൻ ഒബ്സർവ് ചെയ്തപ്പോ എന്താണ് പേഷ്യന്റെ അവസ്ഥ, ആ പേഷ്യന്റ് നമ്മൾ എന്ത് കെയർ ആണ് പ്രൊവൈഡ് ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. The patient and the patient response to treatment. നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോ പേഷ്യന്റെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് നേഴ്സിംഗ് നോട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇത് narrates the patient requirement, problems, capabilities, limitation in respect of the patient behavior. അപ്പൊ അതേപോലെ ആ പേഷ്യന്റിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങള്, അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നത്, എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടോ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നം റെസ്പെക്ട് ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നേഴ്സ് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കും. This note document includes the statement of nursing measures which has to be taken to facilitate medical care provider. നമ്മൾ നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നേഴ്സിംഗ് മെഷേഴ്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേഷ്യന്റിന് വേണ്ടിയിട്ട് കെയർ പ്രൊവൈഡ് ചെയ്യാൻ, മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സിംഗ് മെഷേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നേഴ്സിംഗ് നോട്ട് എന്ന് വെച്ചാൽ. നേഴ്സ് പേഷ്യന്റിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ കൊടുക്കുന്ന ഒബ്സർവേഷൻ, അതേപോലെ അവർക്ക് കൊടുക്കുന്ന കെയർ എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ആ ട്രീറ്റ്മെന്റിന് പേഷ്യന്റിന് ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെക്കാറുണ്ട്, നേഴ്സിംഗ് നോട്ട്സിൽ എഴുതി വെക്കാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കി, അനസ്തേഷ്യ മുതൽ നേഴ്സിംഗ് നോട്ട് വരെ ഒന്ന് വായിച്ചു. സ്റ്റിച്ചിങ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. തുന്നൽ ഉണ്ടാവില്ലേ, നമ്മള് സർജറി ഒക്കെ ചെയ്ത് എന്തെങ്കിലും സ്റ്റിച്ചസ് എത്ര ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എഴുതി വെക്കണം കേട്ടോ, എത്ര സ്റ്റിച്ചസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഡിറ്റക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്താണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എവിടെ വരുന്നത് ഡിറ്റക്ഷൻ, അബ്നോർമലോ നോർമലോ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവണം ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. എന്തെങ്കിലും നമ്മൾ സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ സർജറിയുടെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ നോർമൽ ആണോ എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്, ആ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ചിലപ്പോ നമ്മള് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ അബ്നോർമൽ ഫങ്ഷനിങ് ഓഫ് ലിബർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലിബറിനോ അല്ലെങ്കിൽ ഫാറ്റി ലിബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിബറിന് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ പക്ഷെ സ്കാൻ ചെയ്യുന്നത് എന്താണ് കിഡ്നിയുടെ അസുഖം അല്ലെങ്കിൽ കിഡ്നിയുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. മറ്റ് ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വരെയും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, വായിച്ചു കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, ഇനി ഇത്രയും ഇടയ്ക്ക് ചോദിക്കാറുള്ളത് കാരണം കുറച്ച് സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചോദിക്കും. TPR ഫുൾ ഫോം ആയിട്ടോ
CPR ചാർട്ട് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ്. ആതിര എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാടാ? എടാ സ്റ്റിച്ചിങ്ങിനെയാണ് പറയണത്. സ്റ്റിച്ച് ചെയ്യൂലേ നമ്മള്, എന്നുവെച്ചാൽ തുന്നലുണ്ടാവൂലേ നമ്മള് ഓപ്പറേഷൻ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം ഫ്യൂച്ചേഴ്സ് എന്നെല്ലാം പറയണത്. അപ്പൊ സ്റ്റിച്ചുകൾ ഉണ്ടാവും നമുക്ക്. ഈ മുറിവുകള് ഈ പറഞ്ഞ ഈ ടിഷ്യൂസ് തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പൊ തുന്നലുകൾ അല്ലെങ്കിൽ എന്താ പറയാ അതിന്, എത്ര തുന്നലുണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുള്ളതോട്, അല്ലെങ്കിൽ ഈ നമ്മളെന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തുന്നല് പോലെ നമ്മളത് ഫീൽ ചെയ്യില്ലേ? അപ്പൊ അതിനാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് TPR എന്ന് പറയുന്നത്. TPR നിങ്ങൾക്ക് അറിയാലോ, ടെമ്പറേച്ചർ. T ഫോർ ടെമ്പറേച്ചർ, P ഫോർ പൾസ്, R ഫോർ റെസ്പിറേഷൻ. അപ്പൊ ടൈം ടു ടൈം നമ്മൾ ഈ കാര്യങ്ങൾ ടെമ്പറേച്ചർ, പൾസ് എങ്ങനെയാണ്, റെസ്പിറേഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. The temperature, pulse, respiration and blood pressure measurement are listed in the form. ഈ ഒരു TPR ചാർട്ടിലാണ് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ഇത്രയാണ്, പൾസ് ഇത്രയാണ്, റെസ്പിറേഷൻ ഇത്രയുണ്ട്, ഓക്സിജന്റെ ലെവലാണ് ഉദ്ദേശിക്കുന്നത് റെസ്പിറേഷൻ മീൻസ്, പിന്നെ ബ്ലഡ് പ്രഷർ ഇത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതിനെയാണ് TPR ചാർട്ട് എന്ന് പറയുന്നത്. 2 ലൈനുള്ളല്ലേ, പക്ഷെ എന്നാലും ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരുപാടുള്ളതിൽ നിന്ന് ചോദിച്ചില്ലെങ്കിൽ പോലും TPR ചാർട്ടിന് എപ്പോഴും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇനി മെഡിറ്റേഷൻ ഷീറ്റ് ആണ് കേട്ടോ. TPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം ഒരു ചാർട്ടാണ് പേഷ്യന്റിന്റെ. പേഷ്യൻസ് വൈസ് ഒരു പേഷ്യന്റ് ഇന്നതാണ് ഈ ടൈമിൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ എത്രയാണെന്നൊക്കെ നമ്മളത് മെഷർ ചെയ്ത് അത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് TPR എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഷീറ്റ് ആണ്. മെഡിറ്റേഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് പേഷ്യൻസിന് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മൾ ഓറലി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഹലേഷനോ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജക്ട് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അത് എങ്ങനെ കൊടുത്തു, ഓറലി ആണോ കൊടുത്തത്, അത് ഇൻജക്ട് ചെയ്താണോ കൊടുത്തത്, അതേപോലെ ചിലത് ഇൻഹെയിൽ ചെയ്യാനായിട്ടുണ്ടാവും, ശ്വസിക്കാനായിട്ട് കൊടുക്കും. ചില മെഡിസിൻസ് ഇപ്പൊ നമ്മൾ ആസ്മയ്ക്കുള്ള പേഷ്യൻസ് ആണെങ്കിൽ മെഡിസിൻസ് എങ്ങനെയാണ് ഇൻഹെൽ ചെയ്യാനാണ് പറയാറ്. നമ്മൾ ആ ഒരു ഇൻഹേലർ എന്നൊക്കെ പറയില്ലേ, കണ്ടിട്ടുണ്ട് ഇൻഹേലർ. നമ്മൾ ആ ഒരു മെഡിസിൻ ആ ഒരു ഇൻഹേലറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ എങ്ങനെയാണ് അത് കൊടുത്തത്? നമ്മള് നെബുലൈസർ, എക്സാമ്പിൾ നെബുലൈസർ ചെയ്യുന്നത് നമ്മളിപ്പോ കുട്ടികൾക്ക് മറ്റുള്ള കഫക്കെട്ടൊക്കെ കൂടുമ്പോൾ നമ്മൾ നെബുലൈസ് ചെയ്യാറുണ്ട്. നെബുലൈസറിലും മെഡിസിൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഹെയിൽ ആണ് ചെയ്യുന്നത്, നമ്മൾ ശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെ ഓറലാണോ കൊടുത്തത്, ഇൻഹലേഷൻ വഴിയാണ് കൊടുത്തത്. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻജെക്ഷൻ ആണ്. ഇൻഫ്യൂഷൻ അവിടെ എഴുതി വെച്ചോ, ഇൻജെക്ഷൻ എഴുതി വെച്ചോട്ടാ. ഇൻജക്ട് ചെയ്യണോ ചെയ്ത ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ നേരിട്ട് ഇൻജക്ട് ചെയ്യാണോ, ഇങ്ങനെയാണ് നമ്മൾ ആ മെഡിസിൻ പേഷ്യന്റ് കൊടുത്തത് എന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റിൽ എഴുതണം. അത് ഓറലി ആണോ, ഇൻഹലേഷൻ വഴിയാണോ, ഇൻഫ്യൂഷൻ വഴിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് എഴുതി വെക്കണം. പിന്നെ നമ്മൾ ഡേറ്റ് അത് എഴുതണം, എപ്പോഴാണ് കൊടുത്തത്, എത്ര മണിക്കാണ് കൊടുത്തത്, നമ്മൾ ഏത് ഡ്രഗ്സ് ആണ് കൊടുത്തത്, നെയിം ഓഫ് ദ ഡ്രഗ്സ്, അതേപോലെ അതിന്റെ ഡോസേജ്, അതിന്റെ റൂട്ടീൻ, അത് എത്ര ഡോസ് ആണ് കൊടുത്തത്, ഇനി അത് എത്ര. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻജക്ട് ചെയ്യൂലേ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജക്ട് ചെയ്യാറുണ്ട്. ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ ഇൻജക്ട് ചെയ്യാണ് ചെയ്യാറ്. അത് എങ്ങനെ ഇൻഫ്യൂഷൻ ഉദ്ദേശിച്ച ഇൻജക്ഷൻ തന്നെ കേട്ടോ. ഏകദേശം സെയിം മീനിങ് ആണ് ഇൻഫ്യൂഷൻ. ഇൻഹലേഷൻ എന്ന് വെച്ചാൽ ശ്വസിപ്പിക്കൂലേ, നമ്മള് ശ്വസിപ്പിച്ച് ആ മെഡിസിൻ ചിലത് നെബുലൈസർ ഒക്കെ ഇല്ല, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നെബുലൈസ് ഒക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. ഓക്സിജനും അതേപോലെ തന്നെ ആ മെഡിസിനും കൂടി നമ്മൾ ആ ഒരു മെഷീനിലേക്ക് കൊടുത്തിട്ട് അത് നെബുലൈസ് ചെയ്യും. ആ ഒരു ആവി ആയിരിക്കും ശ്വസിക്കുന്നത്. അതേപോലെ പിന്നെ എന്താണ് ഇൻഹെയിലർ ഒക്കെ ചില പേഷ്യന്റ് ആസ്മയൊക്കെ ആയിട്ട് ഉള്ള പേഷ്യൻസ് അവരുടെ കയ്യിൽ ഇൻഹെയിലർ യൂസ് ചെയ്യാറുണ്ട്. അത് ശ്വസിക്കുകയാണ് ചെയ്യണത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ മെഡിസിൻസ് എന്തോ ആവട്ടെ, ഓറലി ആവട്ടെ, ഇൻഹലേഷൻ വഴി ആവട്ടെ, ഇൻഫ്യൂഷൻ വഴി ആവട്ടെ, മെഡിസിൻസ് കൊടുത്ത ഡേറ്റ്, ടൈം, ഏത് ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുത്ത ഡ്രഗ്സ് ഉദ്ദേശിക്കുന്ന മെഡിസിൻ ആണ് ഇവിടെ. അതിന്റെ ഡോസേജ് എത്രയാണ്,
റിപ്പീറ്റ് എത്ര ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും 101 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത്ര ടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നവര്. അപ്പൊ ബൈ വിച്ച് ആർ ഗിവൺ documents after the drugs are have administered. നമ്മൾ എന്തൊക്കെ ഡ്രഗ്സ് ആണ് കൊടുത്തതെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യണം, എഴുതി സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ മെഡിസിൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് എഴുതുന്ന ആ ഒരു ഷീറ്റിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാശാസ്ത്ര മെഡിറ്റേഷൻ ഷീറ്റ്. രണ്ടൊന്ന് വായിച്ചു നോക്കിയേ, രണ്ടല്ലേ വായിക്കാനുള്ളൂ. ചാർട്ടിന്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ നല്ല രീതിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ പോലും പെയ്ഡ് എക്സാമിന് എന്തായാലും ചോദിക്കും. എല്ലാരും വായിച്ചു വെക്കാം. ഓക്കെ, ഇനിയാണ് മിസ്സലേനിയസ് റിപ്പോർട്ടുകൾ. അത് ഡോസ് ആൻഡ് റൂട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോസ് ആണ് കൊടുത്തത്, അല്ലെ എത്ര ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ മോർണിംഗ് കൊടുത്ത മെഡിസിൻ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്തത്. ആ മീനിങ് ആണ് കേട്ടോ. ഇനി മിസ്സലേനിയസ് റിപ്പോർട്ടിലേക്കാണ് വരുന്നത്. മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടി, പേഷ്യൻസിന് സ്പെഷ്യലൈസ്ഡ് കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിന് ICUലോ അല്ലെങ്കിൽ നമ്മൾ CCUലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ CCUലോ ICUലോ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. എന്താണ് അവസ്ഥ, അവർക്ക് ഇപ്പൊ എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതി വെക്കുന്ന ആ റിപ്പോർട്ടുകളാണ് നമ്മൾ മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. This specialized care unit of the hospital, such as ICU, CCU, etc., are included in this form. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോം ICUലും CCUലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സാധാരണ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളിൽ കൊടുക്കാറ്. സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളായിട്ടുള്ള ICUലും CCUലും കൊടുക്കുന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ തെറാപ്പിയാണ്. നമ്മൾ പേഷ്യന്റിന് ഫിസിക്കലി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫിസിക്കൽ തെറാപ്പി. അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റ്, ഫിസിക്കൽ തെറാപ്പി യൂണിറ്റിനൊക്കെ നമ്മൾ മുമ്പ് നമ്മള് പല ചാപ്റ്ററുകളായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഫിസിക്കൽ തെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് എഴുതി സൂക്ഷിക്കണം. കാരണം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ എഴുതാറ്. എന്ത് ട്രീറ്റ്മെന്റ്, എന്തൊക്കെ എക്സസൈസ് ആണ് പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഹീറ്റോ കോൾഡോ വാട്ടർ ഇലക്ട്രിസിറ്റി അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ പേഷ്യന്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ച് പഴയ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രാപ്തനാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഫിസിക്കലി ആയിരിക്കും കൊടുക്കുന്നത്, ആ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത് എന്നുള്ള വ്യക്തമായിട്ട് നമ്മൾ എന്തിനെ എഴുതി വെക്കണം, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ എഴുതണം. It gives the description of the assessment and treatment, which include the use of exercise, heat, cold, water, electricity, ultrasound, physical means to bring back the patient to useful activities. നമ്മൾ ആ പേഷ്യന്റ് തിരിച്ച് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ പഴയ പോലെ നല്ല ആരോഗ്യവാനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റിന് കൊടുത്തത് എന്നുള്ളത് നമ്മൾ എന്ത് വേണം, ട്രീറ്റ്മെന്റ് എഴുതി വെക്കണം. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, അതിനെന്തൊക്കെയാണ് റിസൾട്ട്, അത് അസസ് ചെയ്യുമ്പോ അതിനുള്ള എന്താ പറയാ അതിനോടുള്ള പേഷ്യൻസിന്റെ പ്രതികരണം, റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഈ ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി സോഷ്യൽ സർവീസ് ഡാറ്റയാണ് പറയുന്നത്. നമ്മൾ പേഷ്യൻസിന് കൺസിഡർ ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ സോഷ്യൽ ഇൻഫർമേഷൻസ്, അതേപോലെ ആ പേഷ്യൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ആവട്ടെ,
ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ പേഷ്യൻസിന്റെ ഫാമിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്. സോഷ്യൽ സർവീസ് ഡാറ്റ ഇത് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, social information, and the problems identified by the patient, his family, and by social workers. എന്താണ് പറയുന്നത്? നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഈ പേഷ്യന്റിനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, ഫിനാൻഷ്യലി എങ്ങനെയാണ് ആള് എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഫാമിലി സോഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ഇനി പേഷ്യന്റും പേഷ്യന്റ് ഫാമിലിയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ഈ സോഷ്യൽ വർക്കേഴ്സ് വഴി അത് കളക്ട് ചെയ്ത് നമ്മൾ റെക്കോർഡ് രൂപത്തിൽ രേഖപ്പെടുത്തും. ഇങ്ങനെ റെക്കോർഡ് രൂപത്തിൽ രേഖപ്പെടുത്തുന്ന ആ ഒരു ഇൻഫർമേഷൻസ് അങ്ങനെ രേഖപ്പെടുത്തുന്ന ആ ഒരു റിപ്പോർട്ടിനെയാണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് സമ്മറിയാണ്. നമ്മള് പേഷ്യന്റിന് ഒരു വീണ്ടും അതൊന്ന് പരിശോധിക്കുകയാണ്, റിപ്പീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾ ഡിസ്ചാർജ് ആവുന്ന പേഷ്യന്റ് എന്ത് അവസ്ഥയിലാണ് നമ്മൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് വന്നത്, ഹോസ്പിറ്റലൈസേഷന് കാരണം എന്തായിരുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുണ്ടായിരുന്ന കാരണം, അതേപോലെ എന്താണ് ഇപ്പോള് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിൻ ചെയ്ത് ഫൈൻഡ് ചെയ്തത്, എന്ത് ഡയഗ്നോസിസ് ആണ്, എന്ത് അസുഖമാണെന്ന് ഡയഗ്നോസിസ് ചെയ്തത്, എന്തൊക്കെ പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്തത്, അതേപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തത്, പേഷ്യന്റിന് ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അതേപോലെ കണ്ടീഷൻ, പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, അതേപോലെ നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഈ പേഷ്യന്റിന് ഫോളോ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്, അതേപോലെ ചില പേഷ്യൻസിനോട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറയാറുണ്ട്, എക്സസൈസ് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഫോളോ അപ്പ് കെയർ, ഇനിയിപ്പോ നമ്മൾ എപ്പോഴാണ് ഫോളോ ചെക്കപ്പിന് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. Discharge summary. It is a brief recapitulation of the patient course in the treatment. ഒരു പുനരാവലോകനമാണ് നമ്മൾ വീണ്ടും ഒന്ന് പരിശോധിക്കുകയാണ് പേഷ്യന്റിന്റെ ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയായിരുന്നു ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അവർ എന്തെങ്കിലും പരിശോധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തുകൊണ്ടാണ് പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ആവാണ്ടായിരുന്ന കാരണം, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം ദ എക്സാമിനേഷൻ, നമ്മൾ പരിശോധിച്ച സമയത്ത് എക്സാമിൻ ചെയ്ത സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റിയത്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്തത്, എന്തൊക്കെ തെറാപ്പീസ് ഗിവൺ, നമ്മൾ എന്തൊക്കെ തെറാപ്പിയാണ് പേഷ്യന്റ് കൊടുത്തത്, റെസ്പോൺസ് എങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്ത തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിന്, എന്തായിരുന്നു പേഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന റെസ്പോൺസ്, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് ആ പേഷ്യന്റെ കണ്ടീഷൻ, ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിറ്റേഷൻ, നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം, ഡോസ്, അതേപോലെ തന്നെ എത്ര നാളത്തേക്ക് അത് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്ചാർജ് സമ്മറിയിൽ നോട്ട് ചെയ്യണം. ഡയറ്റീഷ്യൻ ഡയറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ ഡയറ്റ് എന്താണ്, എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് അത് വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കണം. പിന്നെ ഫോളോ അപ്പ് കെയർ, ഇപ്പോഴാണ് പേഷ്യന്റ് വീണ്ടും ഫോളോ അപ്പ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അടുത്ത വിസിറ്റ് എപ്പോഴാണെന്നുള്ളതും കൂടി എന്തെങ്കിലും ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഒന്ന് വായിച്ചേ, മിസ്ലേനിയസ് റിപ്പോർട്ട് മുതൽ ഡിസ്ചാർജ് സമ്മറി വരെ ഒന്ന് വായിച്ചേ. വായിച്ചു നോക്ക് കേട്ടോ.
ക്ലിയർ ആണോ? ഞാൻ നെക്സ്റ്റ് എടുക്കാലോ. സിമ്പിൾ ആണ്, നിങ്ങളത് പഠിക്കേണ്ടത്. ഞാൻ ഇന്നത് പഠിക്കണം എന്നൊക്കെ തന്നെ ടിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എടുക്കാണ് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, നമ്മൾ ഔട്ട് പേഷ്യന്റ് അവരുടെ കറസ്പോണ്ടൻസ് പറഞ്ഞാൽ, ഔട്ട് പേഷ്യന്റ് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നു, ആ ട്രീറ്റ്മെന്റ് എടുത്തു, ദെൻ ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിത്തിൻ സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മള് ആ പേഷ്യന്റിന്റെ ഫാമിലി ഡാറ്റ അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെയും അതേപോലെ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ സോഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഡാറ്റാസ് അതേപോലെ സോഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. പേഷ്യന്റിന്റെയും അല്ലെ പേഷ്യൻസിന്റെ ഫാമിലി ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കും ആ ഫാമിലിയിലെ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റിന് അവർ എങ്ങനെ പൈസ കളക്ട് ചെയ്യണം, അത് ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ സർവീസ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ സ്ട്രോക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പൊ ഫിസിക്കൽ തെറാപ്പി എന്തൊക്കെ ഫിസിക്കൽ തെറാപ്പിയാണ്, പല ടൈപ്പ് കൊടുക്കാറുണ്ട്. ചിലവർക്ക് എക്സസൈസ് കൊടുക്കും, ചിലവർക്ക് അങ്ങനെ ഒഴിച്ചിട്ട് അതേപോലെ എന്തൊക്കെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഫിസിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റ് എഴുതി വെക്കണം. അതിന്റെ റെസ്പോൺസ്, പേഷ്യന്റിന് അതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് അത് എഴുതി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ തെറാപ്പി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എല്ലാവരും കേട്ടിരിക്കാം, അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നമ്മൾ ഈ ഫോമുകൾ, നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്യണം, ക്രമീകരിച്ച് വെക്കണം. അതെങ്ങനെ ക്രമീകരിക്കുന്നതാണ് നമുക്ക് 4 ആയിട്ട് ഫസ്റ്റ് തന്നെ ക്ലാസിഫൈ ചെയ്യാം. 4 ഫോമുകൾ ക്രമീകരിക്കാം, ഫോൾഡറുകൾ പറയാം. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ഡീറ്റെയിൽസ് എങ്ങനെ ക്രമീകരിക്കണം. കറസ്പോണ്ടൻസ് ആണ്. നമ്മൾ സാധാരണ ഒരു കറസ്പോണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹോസ്പിറ്റലിൽ കത്തിടപാടുകൾ എന്നൊക്കെ വിചാരിക്കും നിങ്ങളല്ലേ. അപ്പൊ ഒരുപാട് ലെറ്റേഴ്സുകൾ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. ചിലപ്പോൾ റെഫറൽ ലെറ്റേഴ്സോ, നമ്മൾ പേഷ്യന്റിനെ റെഫർ ചെയ്തിട്ടുള്ള ലെറ്ററോ, അല്ലെങ്കിൽ അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമോ, അങ്ങനെ ഒരുപാട് ഫോമുകൾ മറ്റു ഹോസ്പിറ്റലിൽ നിന്നോ എന്തെങ്കിലും കത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ, ആ ഒരു ഫോൾഡറിലാണ് നമ്മൾ സൂക്ഷിക്കാറ്. ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ എക്സ്റേ, ECG ഒക്കെ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. പിന്നെ ഇൻപേഷ്യന്റിൽ നമ്മളിപ്പോ മോളിൽ പറഞ്ഞ എല്ലാ റിപ്പോർട്ടുകളും ഇൻക്ലൂഡഡ് ആണ് ECG വരുന്നത്. ECG നോക്കാം, സോറി, ഇൻപേഷ്യന്റിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ഓരോന്നും ക്രമീകരിക്കേണ്ടത്, എന്തിന്റെ ക്രമത്തിലാണ് നമ്മളത് എന്താണ് ഓർഡർ ആക്കി സൂക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കേട്ടോ, ഔട്ട് പേഷ്യന്റ് ആണ് ആദ്യം പറയുന്നത്. കണ്ടെയ്ൻ ഔട്ട് പേഷ്യന്റ് ഫോംസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രമപരമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഔട്ട് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. എന്തെങ്കിലും ഫോം അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം അതിനോടൊപ്പം എന്ത് ചെയ്താൽ മതി, അറ്റാച്ച് ചെയ്താൽ മതി. ക്രമപരമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, outpatient forms attach ചെയ്യുന്നത്. Contains outpatient forms and outpatient follow up in chronological order. Other forms are attached as required. Forms attach ചെയ്യണം, വല്ല റിസൾട്ടോ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ മാത്രം അത് അറ്റാച്ച് ചെയ്താൽ മതി. കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്നത് കത്തിടപാടുകളിലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. ഇൻക്ലൂഡ് റെഫറൽ ലെറ്റർ ഫോംസ്. റെഫറൽ ലെറ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോമുകൾ റെഫറൽ ലെറ്റർ കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ നമ്മളെ പേഷ്യന്റിന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ മറ്റൊരു സർജനോ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ റെഫറൽ ലെറ്റർ കൊടുക്കും. അതിന്റെ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റ് ഫോം കൊടുക്കാറുണ്ട്, അത് അവരെ കൊണ്ട് ഫിൽ ചെയ്യുന്ന ഫോമാണ്. കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ഫോം ഉണ്ട്, അതും ഇതിലുണ്ടാവും. നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ബർത്ത് ഫോം, നമ്മൾ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയിലേക്ക് ഇൻഫോം ചെയ്യണം, അതിന്റെ ഫോമുകൾ. ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോംസ്, അതേപോലെ ഇൻസിഡന്റ് റിപ്പോർട്ട്സുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കറസ്പോണ്ടൻസിൽ. ഇത്രയും ഫോമുകളാണ്
കറസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോൾഡറിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ സാധാരണയായിട്ട് ഒരു പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേഷ്യന്റ് എന്താണ് അസുഖം എന്ന് നമ്മൾ കണ്ടെത്തും. അപ്പൊ അതെന്താണെന്ന് കണ്ടെത്തി നമ്മൾ ഒരുപാട് ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്, ലാബ് റിപ്പോർട്ടുകൾ. അത് നമ്മൾ ഓർഡർലി ആയിരിക്കണം അറേഞ്ച് ചെയ്യണേ, ക്രോളജിക്കൽ ഓർഡർ ഇതായിട്ട് ഡേറ്റ് അനുസരിച്ചാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്തത്. Contains laboratory mount sheet in which all laboratory reports are arranged in chronological order. നമ്മൾ ഇതെല്ലാതും chronological order ആയിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. എക്സ്റേ മൗണ്ട് ഷീറ്റ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്. എക്സ്റേ മൗണ്ട് ഷീറ്റ് എന്ന് പറയുമ്പോൾ റേഡിയോളജി ആയിട്ട് വിളിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും മൗണ്ട് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ക്രമപരമായിട്ട് വേണം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ECG, അതേപോലെ EEG, അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഫോംസ്. എന്താണ് ECG? എന്താണ് ECG? ECG എന്താണ്? ആരും പഠിച്ചിട്ടില്ല ECG? ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, രണ്ടും പറയാം. ഇനി EEGയോ? EEG എക്കോ. EEGയോ കേട്ടിട്ടുണ്ടോ നിങ്ങള്? EEG അറിയാത്തവരാണെങ്കിൽ ആർക്കും അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ അല്ലെ? ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് പറയണേ കേട്ടാ. ഇലക്ട്രോ എഴുതിയെടുത്തോട്ടെ എല്ലാവരും. ഇലക്ട്രോ എൻസെഫലോഗ്രാം. അപ്പൊ ECG, ഇലക്ട്രോ എൻസെഫലോഗ്രാംസിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ, അതേപോലെ അൾട്രാസൗണ്ട് സ്കാനുകളൊക്കെ ചെയ്തിട്ട് എക്സാമിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ നമ്മൾ ഓർഡറിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് നമ്മളത് കറക്റ്റ് ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറിലും നമ്മളത് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് വെക്കണം. Examination forms, any other diagnostic investigation report which are kept in the following order. ഈ പറയുന്ന ഓർഡറിലായിരിക്കും നമ്മൾ അത് എന്ത് ചെയ്ത് കെപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലാബ്, പിന്നെ എക്സ്റേ, പിന്നെ ECG, പിന്നെ EEG, പിന്നെ അൾട്രാസൗണ്ട്, ഇനി മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റാച്ച് ചെയ്ത് അടുത്ത ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. അതാണ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. ഇൻപേഷ്യന്റിനും കൂടി പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻപേഷ്യന്റിൽ വരുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ റെക്കോർഡുകളും എന്തിൽ വരുന്നുണ്ട്, ഇൻപേഷ്യന്റിൽ വരുന്നുണ്ട്. Contains admission and discharge sheet, history and physical examination report, progress note, physician order, anesthesia records, operation report forms, recovery record, labor record, diabetic record, resuscitation record, പുനരധിജീവനം, പേഷ്യന്റിനെ പുനരധിജീവിച്ച് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇൻസ് റെക്കോർഡ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, paramedical service record, nursing notes, and observation chart, meditation record, fluid balance chart, intake, outtake, vital sign record, discharge summary. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻപേഷ്യന്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നുള്ളൂ, ലാസ്റ്റ് ടൈമാണ് അറിയാം. അപ്പൊ അതുകൊണ്ട് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷനിലേക്ക് ഞാൻ പോവുള്ളൂ. ടൈം കഴിഞ്ഞു മിസ് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു പോർഷൻ ഞാൻ സ്പീഡിലാക്കിയതെന്ന് വെച്ചാല് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ ടൈം തികഞ്ഞില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് വ്യക്തമായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. സോ ഒന്ന് വായിച്ചു നോക്കി. ഇതിന് മുമ്പുള്ള റെക്കോർഡുകൾ വരെ നമ്മൾ ക്ലിനിക്കൽ ഡാറ്റാസ് വരെ നമ്മൾ വ്യക്തമായിട്ട് 22 റെക്കോർഡുകൾ ഉണ്ട്. അപ്പൊ 22 റെക്കോർഡുകൾ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ.